ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാ ഞാൻ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു, ഫ്രഷായി, കർട്ടനൊക്കെ മാറ്റുവാണ്. ഇനിയിപ്പം താഴോട്ട് പോകണം. താഴോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പം ഇതാ എൻ്റെ ഇളയ കൊച്ചും എഴുന്നേറ്റിട്ട് ആൾക്ക് കണ്ണൊന്നും തുറക്കാൻ മേല, എന്നാലും ഞാൻ പോകുന്നത് കൊണ്ട് കൂടത്തിൽ പോരണം. അപ്പം ആളെയും കൂടി എടുത്തുകൊണ്ട് താഴോട്ട് വന്നു. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് കൊണ്ടുവന്ന ബാഗ്. ഇത് ചൂട് നിൽക്കുമെന്നാണ് പറയുന്നത്. വലിയ ചൂടൊന്നും നിൽക്കത്തില്ല, പക്ഷേ കുഴപ്പമില്ല, തണുത്ത് മരച്ചു പോകത്തില്ല. പിന്നെ എന്നും കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇതാ ആൾ മുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാനിങ്ങ് പെട്ടെന്ന് പോകുന്നു, അല്ലെങ്കിൽ ടൈം പോകത്തില്ലേ. ആൾ തിരിച്ചു പോകാൻ വേണ്ടി ചിന്തിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ താഴെ വന്ന് പൗഡർ എടുത്ത് അവിടെ കുടഞ്ഞു. അതിൻ്റെ ഒരു വിഷമത്തിൽ എൻ്റെ കയ്യിൽ തരുന്നൊക്കെ ഉണ്ട്. മൂത്ത ആളും എഴുന്നേറ്റുകയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയും വഴക്കുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഈ കെട്ടിപ്പിടുത്തവും ഓടനയും കൂടുതലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വഴക്ക്, അല്ലാതെ വലിയ അടിയും ബഹളമൊന്നുമില്ല. മൂത്ത ആൾക്ക് രണ്ടാമത്തെ ആളെ സ്നേഹമായതുകൊണ്ട് കെട്ടിപ്പിടിക്കുമ്പം രണ്ടാമത്തെ ആൾക്ക് അത് വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വഴക്കുകളൊക്കെ, അതൊക്കെ മാറ്റി ഞാൻ അവർ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. ഇവർ രണ്ടുപേരെയും രണ്ട് രീതിയിലാക്കിയിട്ട് വേണം എനിക്ക് ഓരോ പണികൾ ചെയ്യാൻ വേണ്ടി. ഇതാ പുറത്തോട്ട് വന്നപ്പം നല്ല മഴയുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചത് മൂത്ത ആൾ കിടന്ന കട്ടിലിൻ്റെ സ്ഥലമാണ്. ആൾ താഴെയാണ് കിടക്കുന്നത്. സെപ്പറേറ്റായിട്ട് ഞാൻ അവനെ താഴെ കിടത്തിയിരിക്കുന്നത്. മഴ പക്ഷേ വീഡിയോയ്ക്കകത്തൊന്നും കാണത്തില്ല. ഞാൻ എന്നിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ മാക്സിമം ശ്രമിച്ചു, പക്ഷെ അത് ഞാൻ കാണാനൊന്നും പറ്റുന്നില്ല. അതൊക്കെ കാണിച്ച് ഞാൻ അകത്തോട്ട് വന്നപ്പോൾ രണ്ടുപേരും കൂടി വേറെ നടക്കുകയോ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് പുതപ്പൊക്കെ മാറ്റി മൂത്തയാളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. പല്ലൊക്കെ തേക്കണം, സ്കൂളിൽ പോകണം അവന്. അപ്പം ഒരു വട്ടം വിളിച്ചാലൊന്നും ആകത്തില്ല, കുറേ വിളിക്കണം. നമ്മുടെ പകുതി ടൈം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ചോറ് തിളപ്പിച്ച് വാർത്തു. ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് മാത്രമേ തിളപ്പിക്കുന്നുള്ളൂ, വേറെ ആർക്കും ഇവിടെ ചോറ് കൊണ്ടുപോകണ്ട. അപ്പം അത്രയും ക്വാണ്ടിറ്റി മതി. ആൾ പല്ല് തേക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇളയാളതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ആൾക്ക് കുറച്ച് സ്നേഹപ്രകടനം വേണമെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു, അങ്ങനെയൊക്കെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് മുട്ടുമ്മയൊക്കെ കൊടുക്കണം. അതൊക്കെ അവൻ്റെ ഡെയിലി അവൻ്റെ കുറച്ച് കളികളൊക്കെയാണ്. അങ്ങനെ അവനെ കുറച്ച് താലോലിച്ചും ഒരു ഉമ്മയും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ആൾക്കൊരു സന്തോഷമാകത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ, അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറുമ്പൊന്നും പറയാനില്ല. ടിഫിൻ ബോക്സ് പാക്ക് ചെയ്തു. ഞാനത് കുറച്ച് നേരം ഇങ്ങനെ അടപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കും, എന്നാൽ മുറുക്കി അടയ്ക്കത്തില്ല. ആ ചൂടൊക്കെ ആണെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് വെച്ചിട്ട് ഞാൻ എൻ്റെ വേറെ പണികളൊക്കെ ചെയ്യും. അപ്പോൾ ഇതാ ഇളയാൾക്ക് പല്ല് തേക്കാൻ വേണ്ടി പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്ത്, കുറച്ച് ടാസ്ക്കാണ് പല്ല് തേപ്പിക്കാനായിട്ട്. ആളതെ കടിക്കും, പിന്നെ വാ തുറക്കാനും ഇച്ചിരി പാടാണ്. അപ്പം പേസ്റ്റ് കയ്യിലൊക്കെ കൊടുത്തിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല്ല് തേപ്പിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, പുട്ടാണ്. അപ്പം മൂത്തയാടെ പ്ലേറ്റും ഗ്ലാസും സ്പൂണൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ബാഗ് അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഞാൻ കഴിക്കാൻ പോവാം. അപ്പോൾ എനിക്ക് ടൈം ഓൾറെഡി കുറച്ച് മുന്നോട്ട് പോയി. പുട്ടും പഴവുമാണ് കഴിക്കുന്നത്. വെള്ളവും എൻ്റെ ലഞ്ച് ബോക്സും കൂടിയായിട്ട് ഞാൻ മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോകുമ്പം ഇളയാൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തട അവിടെ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞങ്ങളവിടെ ഒരു നൂല് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നുള്ളൂ. നൂലല്ല, ഒരു കട്ടിയുള്ളൊരു ചരട് വെച്ച്. ഞാൻ സ്റ്റെപ്പ് കയറി പോകുമ്പം കരയുന്നൊക്കെ ഉണ്ട്. ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞാൽ കയറുവാണ്. ആളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ലേറ്റായി പോകും. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. അപ്പോൾ ഒത്തിരി ലേറ്റാകും. അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ അകത്ത് കയറി റൂം അടിച്ചാൽ ആളുടെ കരച്ചിലങ്ങ് നിർത്തിക്കോളും. ഇതാണ് ഞാനിന്ന് ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് മുഖത്ത് വയ്ക്കുന്നൊരു ക്രീം, സൺസ്ക്രീം, പിന്നെ വാച്ച്, വള, ഒരു ക്ലിപ്പ്, സ്പ്രേ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് റെഡിയായി. സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാവും. ഇനിയിപ്പം ബാഗൊക്കെ എടുത്ത് താഴോട്ട് പോകണം. ഞാൻ ആ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് ബാഗിൽ കൊണ്ട് വെച്ച് പാക്ക് ചെയ്തായിരുന്നു. പിന്നെ ഔട്ട്ഫിറ്റ് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കുറേ ഷോ ഓഫൊക്കെ നടത്തി. ബാഗുമായിട്ട് താഴോട്ട് പോവാണ്.
താഴോട്ട് പോകാൻ നേരത്ത് അവിടെ നിന്ന് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാനങ്ങ് പോകുന്ന വഴിയായപ്പോൾ ആളെ കണ്ടില്ല. അന്നേരം വേറെ എന്തോ പണിയിൽ ആൾ ബിസി ആയിപ്പോയി. അമ്മ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ആളെ പിന്നെ കണ്ടില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആളെ കാണുന്നില്ലായിരുന്നു. ഞാൻ തിരിഞ്ഞൊന്നും പോയില്ല, ടൈം പോയില്ല. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ടുള്ള ഇറങ്ങുന്ന സ്റ്റെപ്പാണ്. പിന്നെ ഈ വഴി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഈ വഴി ലാസ്റ്റാണ് ബസ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ബസ് സ്റ്റോപ്പല്ല, ഞാൻ ഡെയിലി ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവർ എനിക്കിവിടെ നിർത്തിത്തരും. ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ഞാനിങ്ങനെ നടന്ന്, ഈ വഴി കുറച്ച് നടക്കാനുണ്ട്. ചിലപ്പോൾ ഞാൻ ഓടിയൊക്കെ കയറുന്നത്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണ്. അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ധൃതി പിടിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി, ഞാനിന്ന് എന്താ നേരത്തെ. അപ്പോൾ 2 മിനിറ്റ് എനിക്ക് ഇന്ന് അവിടെ നിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബസ് വന്നു. അന്നേരം ബസ്സിൽ കയറി. സ്പീഡിൽ കയറണം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബസ് സ്റ്റോപ്പല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിയിരുന്നു. സീറ്റൊക്കെ കിട്ടും മിക്കപ്പോഴും, കാരണം ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാൻഡ് കഴിഞ്ഞ് 2 സ്റ്റോപ്പും കൂടി ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു സ്റ്റോപ്പിലോട്ട്. അപ്പം അത്ര ആളൊക്കെ കയറത്തുള്ളൂ. ചില ദിവസങ്ങളിൽ, വല്ലപ്പോഴും ദിവസങ്ങളിൽ സീറ്റ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പൈസയൊക്കെ കൊടുത്തു, ടിക്കറ്റൊക്കെ എടുത്ത്. ഇന്ന് കോളേജിലോട്ടാണേ, ഇന്ന് ഹോസ്പിറ്റലിലോട്ടല്ല. പിള്ളേർക്ക് എക്സ്റ്റേണൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് കോളേജിലോട്ടാണ് പോകുന്നത്. കോളേജിൽ എത്തി. അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്നാൽ മതി, കോളേജ് ബസ് വരും. പക്ഷേ ഇന്ന് നല്ല ക്ലൈമറ്റൊക്കെ അല്ലേ, ഇപ്പം വലിയ മഴയില്ല, പക്ഷേ തണുപ്പുണ്ട്. അതുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ കൊളീഗ്സും കൂടി നടക്കുകയാണ്. ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ, ഈ കാട്ടാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഈ ബാക്ക് വാട്ടർ ഇങ്ങനെ കയറി കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പം പിന്നെ 2 സൈഡും കുറച്ചിങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു സൈഡ് കുറച്ച് വൃത്തികേടാണ്, ഇപ്പുറത്തെ സൈഡ് കുറച്ച് നല്ലതാണ് കണ്ടോ, നല്ല ബാക്ക് വാട്ടറൊക്കെ ആയിട്ട്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ, കയാക്കിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങ് അറ്റത്ത് കാണുന്നുണ്ടോ അവിടെ. അപ്പം ഞങ്ങൾ കുറച്ചങ്ങ് നടക്കാമെന്ന് തീരുമാനിച്ചു. ഒറ്റയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പാമ്പോ ജീവികളൊക്കെ കാണും. അപ്പം ആളുണ്ടെങ്കിലേ നടക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് പാടാണ്. അതിർവരമ്പൊക്കെ വെച്ച് ഒരു ഞാറ് നടാൻ വേണ്ടിയിട്ട് കിളച്ച് റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം വളരെ കുറവല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. ഇപ്പം ഞങ്ങളുടെ കോളേജിലോട്ട് പോകുന്ന വഴിയിൽ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. വരുന്നതായിരുന്നു ഞങ്ങളുടെ കോളേജ് ബസ്സേ കൊണ്ടോ. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ കോളേജിലോട്ട് പോവാണ്. കോളേജിലോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അതാണ് ഇത്രയും നടന്നിട്ട് പിന്നെ പകുതിയായപ്പം ബസ് വന്നപ്പം കയറിയത്. അപ്പം കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സൈൻ ഇടാൻ വേണ്ടി ക്യൂ ആണ്. ഓരോ സ്റ്റാഫ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈൻ ഇടുന്നത്. സൈനൊക്കെ ഇട്ട് എൻ്റെ റൂമിലോട്ട് പോവാണ്. പോകുന്ന വഴിയിൽ പുറത്തെ ഗാർഡനാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഗാർഡനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഫസ്റ്റ് റൂം, ഇതെൻ്റെ റൂമല്ല, സെക്കൻഡ് റൂമാണ്. ഇവിടെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് നെയിം ജീതു എ ജോണി. അപ്പോൾ ഞാൻ ഡോറ് തുറന്നകത്ത് കയറുവാണ്. ആളാരും വന്നിട്ടില്ല. ഞാൻ ആദ്യമേ സൈനൊക്കെ ഇട്ട് വന്നു. ആദ്യമേ ഫാൻ ഓൺ ചെയ്തു, എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ ചൂടൊന്നുമില്ല. പിന്നെ ഞാൻ വിൻഡോസ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു മിനി റോഡുണ്ട്, ചെറിയ വണ്ടികളൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. ഇതാണ് എൻ്റെ സീറ്റ്. ഇവിടെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉള്ള കോട്ടാണ് കണ്ടത്. അപ്പം ബാഗൊക്കെ ഞാൻ വെച്ച് ഞാനൊന്ന് സെറ്റാവുകയാണ്. ഇതെൻ്റെ ഡയറി, നോട്ടൊക്കെ എഴുതുന്ന ഡയറിയാണ്. കുറച്ച് ബുക്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കസേരയിലാണ് എൻ്റെ ബാഗ് വെക്കുന്നത്. ഞാൻ ഇരുന്നിട്ട് ടേബിൾ എനിക്ക് നോട്ട് എഴുതാനും പഠിക്കാനൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പം ബാഗിൻ്റെ അകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. 10 മണി പോലും ആയില്ല. ഇനിയിപ്പുറം സ്നാക്സ് കൊണ്ട് ഓരോ കൊളീഗ്സ് വന്നിട്ടുണ്ട്. അത് കടലയാണ്. എന്നിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ക്ലാസ്സിനുള്ളത്. അതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറൊരാൾ സ്നാക്സ് കൊണ്ടത് ചിപ്സ് കൊണ്ടുവന്നു. അതും കഴിച്ചു. ഇപ്പം തന്നെ എൻ്റെ വയറൊന്ന് നിറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് അസൈൻമെൻറ്റൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സിൻ്റെയാണ്, അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കറക്ഷനൊക്കെ കാണും. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് കുറച്ച് പണിയുണ്ടായിരുന്നു. നന്നായിട്ട് വായിച്ച് നോക്കണമായിരുന്നു. അപ്പം അതൊക്കെ നോക്കി അങ്ങനെ കുറച്ച് ടൈമൊക്കെ അങ്ങനെ പോയി. പിന്നെ നോക്കിയത് നമ്മൾ പിള്ളേരുടെ നെയിം ലിസ്റ്റ് എടുത്തിട്ട് മാർക്ക് എൻ്റർ ചെയ്യണം. അത് ചെയ്യാണ് നെക്സ്റ്റ്.
മാർക്ക് എൻ്റർ ചെയ്യുമ്പം പേര് നോക്കി ഓരോരോ ഏതൊക്കെ അസൈൻമെൻറ്റ് കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കിട്ട് ടിക്ക് ചെയ്യണം. അത് കുറച്ച് പണിയുണ്ടായിരുന്നു, കുറച്ച് നേരം. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള ടൈമായി. അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല കേട്ടോ, ഉച്ചയ്ക്ക് ചോറുണ്ണുന്നത്, കാരണം എല്ലാവരും ഒന്നിച്ചിരുന്നല്ലേ. അങ്ങനെ ആ ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞു. വൈകിട്ട് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞാനെല്ലാം തിരിച്ച് പാക്ക് ചെയ്യുകയാണ്. നേരത്തെ പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ടൈം ആകുമ്പം ബാഗ് എടുത്ത് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ബാഗിലോട്ട് എൻ്റെ ടിഫിൻ ബോക്സും എല്ലാം കുടയുണ്ടോ ഓൾറെഡി, അതൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. സ്പെക്സ് ഞാൻ ഇവിടെ വരുമ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കുറച്ച് നോക്കാനൊക്കെ ഉള്ളപ്പം. എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, വലിയ പവറൊന്നുമില്ല കേട്ടോ, എന്നാലും കുറച്ച്. ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ പോവാണ്. ഇപ്പം പോകാൻ റെഡിയായെന്ന് അവർ വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ്. നടന്ന് ബസ്സിലോട്ട് കയറുന്നതാണ് കാണുന്നത്. കുറച്ച് പേര് കാറിൽ പോവും, കുറച്ച് പേരൊക്കെ ബസ്സിൽ വരും. കുട്ടികൾ മിക്കപ്പോഴും തന്നെ ബസ്സിലാണ്. സ്റ്റാഫ്സിന് കുറച്ച് പേർക്ക് അവരുടെ ഓൺ തന്നെ വെഹിക്കിൾസൊക്കെ ഉണ്ട്. കുറച്ച് പേർക്ക് ഇതുപോലെ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ, കോളേജ് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ലൈൻ ബസ്സിൻ്റെ അവിടെയാകുമ്പം നിർത്തിത്തരും, നമുക്കവിടെ ഇറങ്ങിയാൽ മതി. അപ്പം ബസ് ഇട്ടു. നമ്മൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. അതായത് നമ്മൾ കോളേജിലോട്ട് പോകുമ്പോൾ ഇറങ്ങിയില്ലേ, നടക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സ്ഥലത്ത് തന്നെയാണ് നമ്മളെ ഇറക്കി വിടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇറങ്ങാനുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇറങ്ങി നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണം. ഇവിടെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലമാണ്, ബസ് കയറാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡ് പോകണം. അപ്പം ക്രോസ് ചെയ്യണം. അപ്പം നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ട് സൈഡ് നോക്കിയിട്ട് ക്രോസ് ചെയ്യണം. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല തിരക്കാണ്. ക്രോസ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ നല്ല സ്ഥലമായിരുന്നു ഇത്. നല്ല വെട്ടമൊക്കെ ആയിട്ട് ആ പുറകിലായിട്ട് ഈ പറയുന്ന പോലെ കായലാണ്. നല്ല കാറ്റും നല്ല വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ്. സീറ്റ് കിട്ടി. കുറച്ച് കഴിഞ്ഞിട്ടാണ് സീറ്റ് കിട്ടിയത് കേട്ടോ. ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്തത്. നല്ല തിരക്കുള്ള ബസ്സാണ്, അങ്ങോട്ട് വരുമ്പം സീറ്റ് പെട്ടെന്ന് കിട്ടാറില്ല. എൻ്റെ സ്റ്റോപ്പിലിറങ്ങി വീട്ടിലെത്തി. നമ്മൾ കയറിയ സ്ഥലം തന്നെ, വീട്ടിലോട്ട് കയറി. വീട്ടിൽ നിന്ന് നമ്മൾ ബസ് കയറിയില്ലേ, അത് ഗേറ്റ് കഴിഞ്ഞു. ഞാൻ മുകളോട്ട് കല്ല് ഭാഗ്യ സ്ഥലമാണ്, കയറുവാണ്. എൻ്റെ പൊട്ടൊക്കെ പോയി, നല്ല തിരക്കായിരുന്നല്ലോ. നല്ല തിരക്കായതുകൊണ്ട് അതൊക്കെ പോയി. ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് അത് കണ്ടത്. ഞാൻ വീട്ടിലോട്ട് നടക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്തുകൊണ്ടോ നോക്കുമ്പം നെൽകൃഷി ചെയ്യേണ്ട സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, വെറുതെ വെള്ളം കയറിയും പുല്ലൊക്കെ കയറി കിടക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മൂത്ത കൊച്ചിന് ട്യൂഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ ട്യൂഷന് പോയി. ഞാൻ വീട്ടിലോട്ട് കയറിയപ്പം ഇളയ ആളുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ആളെ കാണാതെ ഞാൻ മുകളിൽ പോകാൻ മാക്സിമം ശ്രമിക്കും, കാരണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആളില്ലാതെ പറ്റത്തുള്ളൂ, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളെത്തി. അപ്പം ഞാൻ അങ്ങോട്ട് കടന്നിട്ട് ആളെ എടുത്തു, അല്ലെങ്കിൽ ആൾ അവിടെ വലിയ ബഹളം വെക്കും. ഇത്ര നേരം കാണാതിരിക്കുമല്ലായിരുന്നു. വായിലെന്തോ ഉണ്ട്, ഞാൻ ചോദിച്ചപ്പോൾ എടുത്ത് കളഞ്ഞു. അതിൻ്റെ കാര്യം പറയുമായിരുന്നു, എന്താ വായിൽ വെച്ചതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ കുറച്ച് സ്നേഹപ്രകടനം, ഇത്ര നേരം കാണാതിരുന്നതിൻ്റെ അല്ലേ. അങ്ങനെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ചെയ്തു. റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഡോറ് തുറക്കണമെങ്കിൽ ആളെ താഴെ വെക്കണം, ഒരു കൈ ബാഗുണ്ട്. അപ്പം റൂമിൻ്റെ അകത്തോട്ട് കയറി, ബാഗ് വെച്ചു. ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറി എനിക്കൊന്ന് ഫ്രഷ് ആകണം. ഫ്രഷായി. ഈ ടീഷർട്ടില്ല, എൻ്റെ ഹസ്ബൻഡിനെയാണ്. ഹസ്ബൻഡ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പഴയതാണ്, ഇപ്പം ഞാനങ്ങ് യൂസ് ചെയ്യുന്നു. തുണി മടക്കാൻ ഒരു കൊട്ടയുണ്ട്, ഞാൻ പോയി തുണിയെല്ലാം പെറുക്കിയിട്ടു. ഇപ്പം മഴയായതുകൊണ്ട് ഉണങ്ങി കിട്ടുന്ന തന്നെ കാര്യമാണ്. ഇത് ഇളയ കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ കുറച്ച് മോയ്സ്ചറൈസേഷൻ ക്രീമൊക്കെയാണ്. അവൻ്റെ ബോട്ടിലെല്ലാം തിളപ്പിച്ചു. ഇത് മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വേവിക്കുകയാണ് വൈറ്റ് ചായക്ക് വേണ്ടിയിട്ട്. അവൻ്റെ ഇത് ഫീഡിങ് ബോട്ടിൽ, പിന്നെ പാല് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പി, ചായ അനത്തി മാഗിയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ്. ഇനി ഇത് എൻ്റെ മൂത്തയാളുടെ കുറച്ച്
ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഉച്ച ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസായിരുന്നു. ആ തുണിയെല്ലാം ഞാൻ മടക്കി വെച്ചു. ഇത് ഹസ്ബൻഡിൻ്റെ, ഇത് മൂത്തയാടെ, ഇതെൻ്റെ. ഇളയാടെ ഈ കൂട്ടത്തിലില്ല കേട്ടോ. കാരണം ഞാൻ ഈ കൂട്ടത്തിലിട്ട് അലക്കാറില്ല. അവന് സെപ്പറേറ്റ് അലക്കാറുള്ളത്. കുരിശ് വരയ്ക്കാനുള്ള സമയമായി. അതിന് മുമ്പ് ഞങ്ങളെല്ലാം മൂത്ത ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആൾ കാർട്ടൂൺ കാണുവാണ്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള അവൻ്റെ ഒരു കലാപരിപാടിയാണ്. അപ്പം എല്ലാവരും അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിർത്തി ഇത് കുരിശ് വരയ്ക്കാൻ തുടങ്ങി. ഞാനും കുരിശ് വരച്ചു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളയാൾക്ക് വേണ്ടിയിട്ട് ഇത് റാഗിയും അമൃതം പൊടിയും കൂടി മിക്സ് ചെയ്ത്, പഴവും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ദോശ പോലെ ചുട്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇളയാടെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കടത്തി ഉമ്മ കൊടുക്കാൻ വരുന്നതാണ്. മൂത്തയാളന്നേരം ഉറക്കം കണ്ണിൽ കയറി. അവന് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഒരു തരത്തിൽ ടാറ്റയൊക്കെ കൊടുത്തു. ഇവിടെയാണ് മൂത്തയാളെ കിടത്തുന്നത്. അവനിവിടെ കിടന്നോളും. അവിടെ കിടത്തിയിട്ട് പിന്നെ ഞാൻ ഇളയാളെയും കൊണ്ട് മുകളിൽ കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്ത്. ഇനി ഉറക്കണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ, ഒത്തിരി ടൈം എടുക്കും. അപ്പം ഞാൻ അതുകൊണ്ട് വീഡിയോ ഇവിടെ കൊണ്ട് കട്ട് ചെയ്യണം. ആളുറങ്ങി. ആളെ കുരിശൊക്കെ വരച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ഉറക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാനും പോയി കുളിച്ചു, തിരിച്ച് വന്നു. ഇനി എനിക്ക് കുറച്ച് സെൽഫ് കെയർ, അധികമൊന്നുമില്ല, ഒരു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു ബോഡി ലോഷൻസ്. അത് കഴിഞ്ഞ് അണ്ടർ ആംസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡേം ഡോക്കിൻ്റെ. അപ്പോൾ ഇത് ബോഡി വൈസിൻ്റെ ഒരു ഗമ്മീസാണ്. എല്ലാവരും പറഞ്ഞു മുടി കൊഴിച്ചിലിന് നല്ലതാണ്. കഴിച്ചിട്ട് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ ഞാനങ്ങ് മേടിച്ചുകൊണ്ട് കഴിക്കുകയാണ്. ഞാൻ പീയൊക്കെ വെച്ചിട്ട്